പരമയത്തെ എല്ലാവരും ചേർന്നാവും. തമ്പുരാനെ നോക്കിക്കൊള്ളും. ഈശോയെ, ഇതാ ഞങ്ങളുടെ ജീവിതങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഈശോയെ, നീ ഏറ്റെടുക്കണമേ. നേരുന്ന ദുഃഖങ്ങളും വേദനകളും പ്രയാസങ്ങളും ഞങ്ങളുടെ ജീവിതത്തിലുണ്ടെന്നാണ്. തമ്പുരാനെ, ഒത്തിരി വേദന ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്നു. വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് മക്കൾ ഞങ്ങളെ വേദനിപ്പിച്ചവരുണ്ട്. ഞങ്ങൾ വേദനിപ്പിച്ചവർ ഈശോയെ എല്ലാം നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. തമ്പുരാനെ, ഈ 2ാം ശനിയാഴ്ച നടക്കുന്ന ഈ ധ്യാനത്തിൽ പങ്കെടുത്ത ഓരോ മക്കളെയും സമർപ്പിക്കുന്നു. കടന്നു വരുവാൻ സാധിക്കാത്തവരെ സമർപ്പിക്കുന്നു. ഈശോയെ, എൻ്റെ പിതാവിനോട് നടക്കണം. നമുക്കെല്ലാവർക്കും എഴുന്നേൽക്കാം. എഴുന്നേൽക്കുന്നുണ്ട് തമ്പുരാന്റെ അനന്തമായ സ്നേഹത്തെ വാഴ്ത്തിപ്പാടാം. ഇതാ തമ്പുരാൻ നമ്മെ സ്നേഹിക്കുന്നുണ്ട്. വചനത്തിൽ അവിടുന്ന് പറയുന്നുണ്ട്, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് വേണ്ടി തുറന്നു കിട്ടണം. ആ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ തമ്പുരാന്റെ മുമ്പിൽ നാം ആയിരിക്കുമ്പോൾ, അവിടുത്തെ ആരാധിക്കുമ്പോൾ വിടുതലുണ്ട്, അവിടുത്തെ ആരാധിക്കുമ്പോൾ സൗഖ്യമുണ്ട്. തമ്പുരാനെ, നിന്നെ ആരാധിക്കുവാൻ ഞങ്ങളെ ഒരുക്കണം. റോമാ 12:1 വചനം പറയുന്നു, നിങ്ങളുടെ ശരീരത്തെ ഒരു സജീവ ബലിയായി അർപ്പിക്കണം, ഇതാണ് യഥാർത്ഥമായ ആരാധന. ദൈവത്തെ ആരാധിക്കുന്നവൻ തന്റെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തും. ദൈവാരാധന അനുഗ്രഹത്തിൻ്റെതാണ്, ഇത് സൗഖ്യത്തിൻ്റെതാണ്. എന്റെ ജീവിതം ദൈവത്തിൻ്റെതാണ്. വചനം പറയുന്നു, നിന്റെ ശരീരം ദൈവത്തിന്റെ ആലയം, നിന്റെ ശരീരം ദൈവത്തിന്റെ ആലയം. ആലയമായ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഇസ്രായേൽ ജനത ദൈവത്തെ ആരാധിച്ചു. ഇസ്രായേൽ ജനത ദൈവത്തെ ആരാധിച്ചു. ദൈവിക ദൂതഗണങ്ങൾ ഓരോ നിമിഷവും സ്വർഗത്തിൽ തമ്പുരാനെ ആരാധനയോടുകൂടി നവീകരണം. വെളിപാടിന്റെ പുസ്തകം ഓർമ്മപ്പെടുത്തുന്നു, ഓരോ നിമിഷങ്ങളിലും ദൈവസ്തുതി തമ്പുരാന്റെ മുമ്പിൽ ഉയരുന്നു. അവിശുദ്ധരോട് ചേർന്ന്, മാതാകന്മാരോട് ചേർന്ന്, ദൈവിക ദൂതഗണങ്ങളോട് ചേർന്ന്, അപ്പോസ്തലന്മാരോട് ചേർന്ന്, വിശുദ്ധരോട് ചേർന്ന് നമുക്കും നമ്മുടെ അടുക്കലേക്ക് കടന്നു വന്നിരിക്കുന്നു. സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് കടന്നു വന്നു നമ്മോടൊപ്പമായിരിക്കുന്ന ആ തമ്പുരാനെ മഹത്വപ്പെടുത്താം. താമസത്തിനൊത്ത് വരുന്നവർ ഈശോയെ നോക്കി, തമ്പുരാനെ, നീ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടണമേ.
കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പ്രാർത്ഥിക്കട്ടെ. അവിടുന്ന് വചനത്തിൽ പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 7-ാം വാക്യം, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് വേണ്ടി തുറന്നു കിട്ടും. ചോദിക്കുന്ന ഏവനും ലഭിക്കും, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടും. ഇത് ദൈവത്തിന്റെ വാഗ്ദാനമാണ്, വാക്ക് മാറ്റാത്തവന്റെ വാഗ്ദാനം. നീ ചോദിച്ചാൽ നൽകുന്ന തമ്പുരാൻ ഇതാ ഈ അട്ടാലെ. ആ തമ്പുരാന്റെ മുമ്പിൽ നീ ഇപ്പോഴായിരിക്കും. നീ എന്ത് ചോദിച്ചാലും നൽകും, പക്ഷേ അത് നിയമാനുസൃതമാണ്, വചനാടിസ്ഥാനത്തുള്ളതായി. അവിടെ പറഞ്ഞു, നീ യേശുവിന്റെ നാമത്തിൽ ചോദിക്കും. എന്റെ നാമത്തിൽ നിങ്ങൾ എന്ത് പിതാവിനോട് ചോദിച്ചാലും അത് നൽകുമെന്ന് അവിടെ നിന്ന് വാഗ്ദാനം ചെയ്തു. അവന്റെ വചനത്തിലായിരുന്നു നിലനിന്നുകൊണ്ട് വചനത്തിന്റെ ശക്തിയിൽ പ്രാർത്ഥിക്കും. ഇപ്പോൾ ഇതാ ഈ വിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി ഇപ്പോൾ ഈ ആലയത്തിനുള്ളിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇലക്ട്രിക് തരംഗം പോലെ